ഷെരീഫ തങ്ങൾ എന്ന് പറയുന്ന എഴുത്തുകാരിയെ വായനക്കാർ ഇതിനകം തന്നെ അടയാളപ്പെടുത്തി കഴിഞ്ഞു, വായിച്ചു കഴിഞ്ഞു. ഞാൻ ഇതിന് മുമ്പും വായിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഷെരീഫ തങ്ങൾ ഈ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നതെന്ന് തോന്നുന്നു. എന്താണ് അതിൻ്റെ ഒരു പ്രചോദനം, എന്താണ് അതിൻ്റെ ഒരു അനുഭവം, എന്താണ്? അല്ല, ചില സംഭവങ്ങൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ പോലും വരേണ്ടി വരുന്ന ഒരു ഘട്ടം വരുമല്ലോ. അത്തരം ഘട്ടത്തിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. അതായത് ഈ ചാരിറ്റിക്ക് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പുസ്തക പ്രകാശനം. അപ്പോൾ നമ്മളൊരു പുകമറക്കുള്ളിൽ നിന്നിട്ട് ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്. പിന്നെ ഒരു 100 ഷെരീഫ തങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അപ്പം നമ്മൾ എത്ര മറച്ചു പിടിച്ചിട്ടും കാര്യമില്ല. പിന്നെ നമുക്കൊരു വ്യക്തിത്വം ഉണ്ടല്ലോ, ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു പ്രാധാന്യമാണല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ സംസാരിക്കാമെന്ന് വെച്ചു. എങ്ങനെയുണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് ഇന്നിപ്പോൾ കുറേ സംസാരിച്ചു എല്ലാവരോടും? അല്ല, എനിക്കങ്ങനെ ക്യാമറ ഫേസ് ചെയ്യാൻ അങ്ങനത്തെ ഭയം ഒന്നിനെ കുറിച്ചും ഇല്ല. ഏത് ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഘട്ടം വന്നാലും അപ്പോൾ ക്യാമറ ഒന്നുമല്ല. ഇന്നിപ്പോൾ നമ്മൾ ഇറക്കിയ ഒരു പുസ്തകം, അത് ആത്മീയതയെ കുറിച്ചാണ്. നിങ്ങൾ എഴുതിയ പുസ്തകത്തിൽ തന്നെയുണ്ട്, ആത്മാവിന്റെ ഈർപ്പമാണ് ആത്മീയത എന്ന് പറയുന്ന ഒരു വരി. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ആത്മീയതയുടെ പേരിൽ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്ന നമ്മുടെ നാട്ടിൽ തന്നെ, പീഡനത്തിനിരയാവുന്ന സ്ത്രീകൾ, പൊന്നും പൈസയും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ആളുകൾ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാലത്ത് നിങ്ങളുടെ ഈ പറച്ചിലും എഴുത്തും ഒക്കെ അനിവാര്യമാണ്. എന്താണ് ഈ ഒരു കാലത്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇപ്പോഴത്തെ ഒരു ആത്മീയത എന്ന് പറയുമ്പോൾ ചിലരൊക്കെ ഇതിനെക്കുറിച്ച് ബോധ്യമുള്ളവർ പറയും ഒരു സെക്സും ചാരിറ്റി ഇതിൻ്റെ ഒരു ഔട്ട്പുട്ടാണെന്ന് പറയും. തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഈ പുരുഷന്മാർ പെട്ടെന്ന് കുറേ സ്ത്രീകളും പെട്ടെന്ന് പ്രശ്നങ്ങൾ തീരുക എന്നുള്ള രീതിയിൽ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട്. അവർക്കൊരു എന്തൊരു പ്രതിസന്ധി വന്നാലും അതിനെ തരണം ചെയ്യാനുള്ള മനക്കരുത്തില്ലാത്തത്, അല്ലെങ്കിൽ സംശയങ്ങൾ അവർ ചെയ്തു അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു മേഖലയിൽ നിന്നിട്ട് നിങ്ങൾക്കാരും ചെയ്തിട്ടില്ല, നിങ്ങൾക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ പോലും അവർക്കത് വിശ്വസിക്കാൻ പോലും താല്പര്യമില്ലാത്ത രീതികളാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ചൂഷണങ്ങൾ ചെയ്യണവർ കലാകലമായിട്ട് ചെയ്യും. എന്നാൽ നമ്മൾ ഈ മേഖലയിൽ നിന്നിട്ട് ഇതിനെക്കുറിച്ച് വിമർശിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നിൽക്കുന്ന മേഖലയിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചല്ല നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടത്. നമുക്ക് ബോധ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറയാൻ വിചാരിച്ചത്. ഒരുപാട് ആളുകൾ ഷെരീഫ തങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടാവും, സംസാരിക്കുന്നുണ്ടാവും, അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ ഈ പുസ്തകത്തിൽ തന്നെ 13 വയസ്സുള്ള ഒരു പെൺകുട്ടി ഗർഭിണിയാവുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ പാരൻസ് പറയുന്നത് ജിന്ന് ഗർഭിണിയാക്കി എന്ന രീതിയിലാണ് പറയുന്നത്. അത്തരത്തിലുള്ള മാതാപിതാക്കൾ പോലും ഇക്കാലത്തായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അല്ല, അത് ആളുകളെ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിട്ട് സ്വർഗം നരകം അല്ലെങ്കിൽ ജിന്ന് ശൈത്താന് അതുകൊണ്ടുണ്ടാകുന്ന പുണ്യങ്ങൾ, അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കുക പാവങ്ങളെ, നിഷ്കളങ്കരായ മനുഷ്യരെ. അപ്പോൾ അതുകൊണ്ടാണ് സ്വന്തം ആങ്ങളെയാണ് പെൺകുട്ടീനെ ഇങ്ങനെ പീഡനത്തിന് ഇരയാക്കിയത് എന്ന് അറിഞ്ഞിട്ട് പോലും അവർക്ക് അത് സമ്മതിക്കാൻ മനസ്സില്ലാത്തതും. ആങ്ങളെയല്ല, സ്വന്തം സഹോദരനല്ല, അയാളെ മേലുള്ള ജിന്നാണെന്ന് അയാൾ പറയുന്നത്. പക്ഷേ ഇത്തരം കഥകൾ വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ ഉപ്പുള്ള സമയത്ത് ഞാനിത് പട്ടാമ്പിയിൽ കേട്ടിട്ടുണ്ട്, നമ്മൾ കേരളത്തിലും കേട്ടിട്ടുണ്ട്. അതാണ് പിന്നീട് ഞാൻ കേട്ടത്. അപ്പോൾ ഇതൊക്കെ ഒരു അന്ധമായ വിശ്വാസം അതാണ് കാണിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു സംഭവം വന്നാൽ എങ്ങനെയാണ് തങ്ങൾ ഇടപെടാറുള്ളത്? എങ്ങനെയാണ്? അല്ല, അത് ഞാൻ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയൊക്കെ ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ ചിലർ പറയാ സിനിമ എന്ന് പറയും. അപ്പം അന്ന് നമ്മളിപ്പോൾ സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണണമെന്നൊന്നുമില്ലല്ലോ. ഇതൊന്നും ഇപ്പോൾ വീട്ടിൽ കാണാത്തോലും ചുരുക്കമാണ്, പലരും കാണുന്നത് തന്നെയാണ്. അപ്പം ഞാൻ ഈ നോട്ട്ബുക്ക് എന്നുള്ള സിനിമ ഇറങ്ങിയപ്പോഴാണ് ഈ പ്രഗ്നൻസി കിറ്റൊക്കെ ആദ്യമായിട്ടായി അതിലാണ് അതിനെക്കുറിച്ച് അറിയുന്നത്. അപ്പോൾ അത് ഞാൻ എഴുതി കൊടുത്തിട്ട് അങ്ങനെ തന്നെ നോക്കിയപ്പോഴാണ് ഈ കുട്ടി പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത് ആ സമയത്ത്. അതിന് ശേഷമാണ് ഇവരിങ്ങനെ അമ്മാവൻ ചെയ്തതാണെന്നൊക്കെ ഈ പെൺകുട്ടി പറയണത്. അപ്പോൾ എനിക്ക് എൻ്റെ അനിയത്തി കുട്ടികളെ മുഖം ഓർമ്മ വരുന്നത് നിങ്ങൾ കണ്ടില്ലേ, ഒരുപാട് അനിയത്തിമാരൊക്കെ എനിക്കുള്ളതാണ്. അപ്പോൾ ഞാൻ അതിലൊരു മിനി മോള് പറഞ്ഞിട്ടൊരു കുട്ടിയുണ്ട്, അതേപോലത്തെ ഇതെനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ ഭയങ്കര പരിഭ്രമിച്ച് അങ്ങനത്തെ ഒക്കെ ഒരു ടെൻഷനിലായിട്ടാണ് ഇതിനോട് സംസാരിക്കണം. അപ്പോൾ ഈ കുട്ടീനോട് ചോദിച്ചു എത്ര പ്രാവശ്യം പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അത്രയും കൂളായിട്ടാണ് ഒരുപാട് പ്രാവശ്യം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ പോലും അത് ആസ്വദിക്കണ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ലോകത്ത് പലതും നടക്കുന്നുണ്ട്. നമ്മളെ എന്തെങ്കിലും രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കാറുണ്ടോ? അല്ല, നമ്മൾ അല്ലെങ്കിൽ തന്നെ ഞാൻ ഇത്തരം കാര്യങ്ങൾക്ക് പുറകെയൊക്കെ പോയിട്ട് കുറേ എൻ്റെ ഒരു പ്രതികരണ ശേഷി പറഞ്ഞാൽ അങ്ങനെയാണ്. വേറൊരു വിഷയത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് തോന്നണു ആ പുസ്തകത്തിൽ. ഒരു ആന്ധ്രയിലുള്ളൊരു സ്ത്രീൻ്റെ ഭർത്താവിൻ്റെ സഹോദരനും അമ്മോശനും കൂടി അതിനെ പീഡിപ്പിച്ചിട്ട് അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് അവർക്കൊപ്പം നിന്നിരുന്നു. അപ്പോൾ എനിക്കെതിരെ കൊട്ടേഷനൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ മാറി നിന്നിരുന്നു. അപ്പം നമ്മൾ ഈ റോട്ടിൽ കൂടെ പോണ എല്ലാ വള്ളിക്കെട്ടും വയ്യവയിലും തലയിൽ വെക്കും. അപ്പം നമ്മൾ ഈ പ്രതികരിക്കുമ്പോൾ അതിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ അതിനെത്രയായാലും സാമൂഹിക ജീവിയായി ജീവിക്കുമ്പോൾ ഒരു പരിധിയുണ്ട്, പ്രത്യേകിച്ചും കുടുംബങ്ങളും ഒക്കെ ഉണ്ടാവുമ്പോൾ. അപ്പം അങ്ങനെ പോകാറുണ്ട്. എൻ്റെ എല്ലാ രീതിയിലും കഴിവിൻ്റെ അപ്പുറം കണ്ടില്ലെന്ന് അടിച്ചിട്ട് പിന്മാറുന്ന ഒരു വിഷയങ്ങളും ഉണ്ടായിട്ടില്ല.
സാധാരണ തങ്ങൾ കുടുംബത്തിൽപ്പെട്ട ആളുകൾ എന്ന് പറയുമ്പോൾ അവരിലുള്ള സ്ത്രീകളെ ബീവി എന്നാണ് അവസാനത്തേക്ക് ഷെരീഫ ബീവി എന്നൊക്കെ വിളിക്കേണ്ടടുത്തുനിന്ന് ഷെരീഫ തങ്ങളായത് എങ്ങനെയാണ്? അത് ഞാൻ ഒരുപാട് പ്രാവശ്യം ഫേസ്ബുക്കിൽ എഴുതിയതാണ്. അപ്പൊ വീണ്ടും വീണ്ടും ഫ്രണ്ടായി വരുന്നുള്ളൂ ഇതന്നെ ചോദിക്കും. അപ്പൊ എന്താ ഒരു പുരുഷ കേന്ദ്രീകൃത ഒരു പേര് ഒരു നാമം കരസ്ഥമാക്കുക എന്നുള്ള ലക്ഷ്യമല്ല അതിലുള്ളത്. ഈ തങ്ങൾ എന്ന് പറഞ്ഞ ഒരു മലയാളത്തിലൊരു പദമാണ്, അല്ലാതെ പിന്നെ പുരുഷന്മാരെ വിശേഷിപ്പിക്കുന്ന ഒരു നാമമാണ്. അപ്പൊ ഞാൻ എൻ്റെ ഒരു സുഹൃത്തുക്കൾ പറയും, നിങ്ങളൊക്കെ ആരെങ്കിലും സ്ത്രീയായിട്ട് കാണോ, അങ്ങനെ ഒരു കളിയാക്കും. എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ എന്നെ തങ്ങളെന്ന് വിളിച്ച് 2 ആളുകൾ മരണപ്പെട്ടു. അപ്പം പിന്നെ അതിൻ്റെ ശേഷം അവരാണ് എനിക്ക് സോഷ്യൽ മീഡിയ ഐ ഡി ഒക്കെ ക്രിയേറ്റ് ചെയ്തതെന്ന്. പിന്നെ ഞാൻ എന്താക്കി, ഒരു ഫേസ്ബുക്ക് ഐ ഡി കാലക്രമേണ നമ്മളൊരു ഐഡൻറ്റിറ്റി ആയി മാറി എന്നുള്ളതാണ്. പിന്നെ എനിക്ക് തോന്നി വെറും ഞങ്ങൾ തങ്ങളുടെ കുടുംബത്തിൽ ആറ്റക്കോയ, പൂക്കോയ, കൊഞ്ഞിക്കോയ, ഷെരീഫ, ബീവി, സൽമത്ത് അങ്ങനെയൊക്കെ കുറേ പേരുകളാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഷെരീഫ ബീവി പറഞ്ഞ എത്രയോ ഷെരീഫ ബീവികളുണ്ട്. അപ്പോൾ കിടക്കട്ടെ, ഇവരിട്ട പേരല്ല, അപ്പോൾ ഷെരീഫ തങ്ങൾ, അവർ വ്യത്യസ്തത തോന്നി. അവർ തൂലികാനാമമായിട്ട് അത് കടക്കട്ടെ എന്നുള്ള ഒരു രീതിയുണ്ട്. നമ്മളെ അക്ഷരങ്ങളോടുള്ള ഒരു പ്രണയം മനസ്സിലെപ്പോഴും ഉണ്ടല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു കാലത്ത് പ്രയോജനപ്പെടുന്നുള്ള രീതിയിലാണ് അങ്ങനെ കൊണ്ടുപോയത്. എത്ര കാലമായി എഴുതാൻ തുടങ്ങിയിട്ട്? ഞാൻ ശരിക്കും പറഞ്ഞാൽ 3ാം ക്ലാസ്സിൽ നിന്ന് ആദ്യമായിട്ട് എഴുതിയത് ഉരുളക്കുപ്പേരി എന്നുള്ളൊരു മിനിക്കഥയാണ്. അപ്പോൾ അതിൻ്റെ ശേഷം പലപ്പോഴായിട്ട് ഈ സ്റ്റുഡൻറ്റ് വോയിസിൽ എഴുതിയിരുന്നു. പിന്നെ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ അതിന് പോകുമ്പോൾ സംസാരിക്കുമ്പോൾ അങ്ങനെ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ഘട്ടം. അന്നൊക്കെ വാപ്പ നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചിരുന്നു. പിന്നെ ആലുവയിലുള്ള ഒരു ക്രൈം റിപ്പോർട്ട് ഉണ്ടായിരുന്നു ആ കാലത്ത്, എന്ന് 2003 അന്നൊക്കെ അതിലേക്ക് എഴുതിയിരുന്നു. പിന്നെ അങ്ങനെ കുറേ പ്രസിദ്ധീകരിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ആദ്യ പുസ്തകം 2012 തെറ്റാരുടേത് എന്നുള്ളത്. പിന്നെയൊക്കെ ജീവിതം ഇങ്ങനെ മാറി മറിഞ്ഞ് ഓരോ ട്രാജഡികളിലൂടെ എൻ്റെ അനിയത്തിൻ്റെ മരണം കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോഴും എഴുതുന്നുണ്ട്, എഴുത്ത് നിർത്തിയിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാലോ അക്ഷരങ്ങളോടുള്ളൊരു പ്രണയം. അപ്പോൾ നമുക്ക് ആരോടും പറയാതെ നമ്മളെ മനസ്സിലെ വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവങ്ങളൊക്കെ എഴുതുമ്പോൾ ഒരു റിലാക്സാണ്. അപ്പോൾ അതിലൂടെ കുറേ ഇപ്പോൾ ഈ പുസ്തകം തന്നെ എഴുതി വന്നപ്പോൾ പറയാനുണ്ടെന്നുള്ള പുസ്തകം എഴുതിയതിന് ശേഷം ഒരുപാട് മൈൻഡൊക്കെ ഫ്രീ ആയ പോലെ, അതായത് ഇതിങ്ങനെ മനസ്സിലിങ്ങനെ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ എഴുതി തള്ളിക്കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്തോ ആയിക്കോട്ടെ എന്നുള്ള മനസ്സിൽ നിന്നെല്ലാം കഴിഞ്ഞു. വൈറ്റ് പേപ്പർ പോലെ ആയി. അല്ലെങ്കിൽ തന്നെ ഒരു വിദേശമൊന്നുമില്ല മനസ്സിലാരോടും, ഇപ്പം ഒന്നും കൂടി ഫ്രീ ആയ പോലെ ആയി. ഉപ്പയുടെ പിന്തുടർച്ചയായിട്ടാണ് എന്താ പറയുക ആത്മീയതയിലേക്ക് ഷെരീഫ എന്ന് പറയുന്ന എഴുത്തുകാരി വന്നിട്ടുള്ളത്. എങ്ങനെയാണ് ഉപ്പയെ കുറിച്ച്? ഞാൻ ഈ 2 പുസ്തകം വായിച്ചപ്പോഴും വല്ലാത്തൊരു സംഭവമായിരുന്നു. ഞങ്ങൾ 6 പെൺകുട്ടികളാണ്. ഞങ്ങൾക്കൊരു ഡ്രസ്സ് എടുത്താൽ ആ ഡ്രസ്സിനൊത്ത ഫാൻസി വള, മാല, മറ്റ് എല്ലാം വാങ്ങിച്ചു വെക്കും. പിന്നെ എല്ലാവരെയും കണ്ട സ്നേഹം കൊണ്ട് ചേർത്ത് പിടിച്ച് വീർപ്പ് മുട്ടിക്കും. പിന്നെ ഒരു മനുഷ്യനൊരു പ്രയാസം വന്ന് പറയുകയാണെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറില്ല. അങ്ങനെ ഞാൻ കണ്ടതിൽ പിന്നെ ഏറ്റവും നല്ല മനുഷ്യൻ ഈ ലോകത്തിൻ്റെ വാപ്പയെന്ന് തോന്നാം. ഞങ്ങളൊക്കെ കുട്ടികളെ മരണം വരെ വാപ്പയാണ് എൻ്റെ തല ചീക്കിത്തരലും കുളിക്കാൻ വെള്ളം വെച്ചേരലും ഒക്കെ. അപ്പോൾ ഓരോ വർഷം കൂടുമ്പോഴും ആ ഒരു വ്യക്തിനോടുള്ള പ്രണയം, സ്നേഹം എന്നുള്ളതല്ല, അത് കൂടി വരികയാണ്. അപ്പം നമ്മൾ വിചാരിക്കുമല്ലോ ഈ മരിച്ചതിന് ശേഷമൊക്കെ ചിലരൊക്കെ കാമുകിമാരെ പ്രണയിക്കലുണ്ട്. അപ്പം എനിക്ക് അതിൻ്റെ ഒരു ഇത് റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം എൻ്റെ വാപ്പാനെ ഞാൻ ഇത്രയും അഗാധമായിട്ട് പ്രണയിക്കുന്നുണ്ട്. പ്രണയത്തിന് പല രീതിയിലുള്ള സ്നേഹങ്ങളാണല്ലോ. അപ്പോൾ അത് അത്രക്കും നല്ല ക്വാളിറ്റി ഉള്ള വ്യക്തി ആയതുകൊണ്ടാണ് നമുക്കൊരു മനുഷ്യനെ അത്രത്തോളം ഹൃദയത്തിലേറ്റാൻ കഴിയുന്നത്. അത് വാപ്പാനെ കുറിച്ച് ഇന്നും 21 വർഷമായി മരിച്ചിട്ട് ഞങ്ങളുടെ നാട്ടിലുള്ള അന്യമതസ്ഥർക്ക് പോലും കുഞ്ഞിപ്പ തങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രക്കും പ്രിയപ്പെട്ട വ്യക്തിയാണ്. ആരെയും ഒന്നാമത് പറഞ്ഞാൽ ബഹുമാനിക്കപ്പെടണം അല്ലെങ്കിൽ ബഹുമാനം പിടിച്ചു പറ്റണം എന്നുള്ള ചിന്താഗതി ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു. വേഷങ്ങൾ കൊണ്ട് അടയാളപ്പെടുത്താത്തൊരു വ്യക്തിയായിരുന്നു. അല്ലെങ്കിൽ തങ്ങളാന്ന് പറഞ്ഞിട്ട് കുറേ താടി അല്ലെങ്കിൽ കുറേ അങ്ങനെയൊന്നുമില്ല. ഒരു സിമ്പിളായിട്ട് എല്ലാവരും കുട്ടികളെ കൂടെ കളിക്കും, ചിരിക്കും, പിന്നെ മീൻ പിടിക്കാൻ പോവും, അങ്ങനെയൊക്കെ ഞങ്ങളൊക്കെ പോവും. അങ്ങനെ ജീവിതത്തിൻ്റെ അങ്ങേ തലം വരെ ആസ്വദിച്ചു ഈ ഒരു സ്നേഹം കൊണ്ട് സമ്പന്നയാണ് പറഞ്ഞില്ല. അതുകൊണ്ട് എത്ര കൊടുത്താലും തീരാത്ത അത്ര സ്നേഹമുണ്ട്. സ്നേഹം കിട്ടണവും കൊടുക്കണമൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങളുടെ ടീമിൽ ഒരുപാട് ആളുകൾ പരസ്പരം സ്നേഹിക്കണേ. ഇപ്പം നിങ്ങൾ കണ്ടില്ല, അവരൊക്കെ നമ്മളെ കുട്ടികളാണ്. ഇപ്പം ഞങ്ങളൊരു സംഘടന ഉണ്ട്, അതിലുള്ളവരാണ് അവരൊക്കെ. ഞങ്ങളൊരു കുടുംബം പോലെയാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും ആഘോഷങ്ങളുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ വീട്ടിലാവും. ഞങ്ങളെല്ലാ സ്ഥലത്തും പോവും, കറങ്ങും, വരും, ഭക്ഷണം കഴിക്കും. ചിലപ്പോൾ ഞങ്ങളെ തീരുന്നത് വരെ ഏട്ടിപ്പ് കാലി വീണ വരെ ഞങ്ങളെല്ലാവരും കഴിക്കും. അപ്പോൾ ഒരു സന്തോഷമാണ്. നമ്മൾ ഈ ചെറിയ ജീവിതത്തിൻ്റെ ഇടയിൽ എല്ലാവരും പറയും ഭംഗി വാക്കിന് ചെറിയ ജീവിതം, മരിച്ചു പോകണം എന്നൊക്കെ പറയും. ഞാൻ ആസ്വദിക്കുകയാണ് ജീവിതം എല്ലാ അർത്ഥത്തിലും. അതായത് നമ്മളെ ഒരു ഇല്ലായ്മയിലും ഒരു ക്രൈസിസിൽ പോലും എനിക്ക് ജീവിതം ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. അതൊരു ആത്മീയതലായിട്ടാണ് ഞാൻ. പിന്നെ എനിക്കൊന്നിനോട് ഭ്രമല്ല. അതായത് പണം, പ്രസക്തി, അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് പലതും ചെയ്യാം. ഞാൻ അതിനോടൊന്നും താല്പര്യപ്പെടണില്ല. സിമ്പിളായിട്ട് ജീവിക്കാൻ, അങ്ങനെ എന്തിനോടും പാകപ്പെടാൻ പറ്റിയൊരു മനസ്സും
ആ ഒരു മാനസികാവസ്ഥയും ആ ഒരു അവസ്ഥയിലേക്കും തലത്തിലേക്കും എത്തിപ്പെട്ടു. ഒരുപാട് പാവപ്പെട്ട ആളുകളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നത് കൊണ്ടാണോ ഞാൻ എഴുതിയ പുസ്തകത്തിന്റെ വിൽപ്പന തുക ഞാൻ പാവപ്പെട്ടവർക്ക് നൽകുമെന്ന് പറഞ്ഞതും ഇന്ന് ഇവിടുന്ന് നൽകിയതും? അല്ല, നമുക്ക് ഒരു ശരാശരി മലയാളിക്കുള്ള എല്ലാ പ്രശ്നങ്ങളും എനിക്കുള്ള ആളാണ് ഞാൻ. പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം ഞാൻ നിറവേറ്റി. എന്നാൽ പോലും പണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആവശ്യങ്ങളുണ്ടാവും. നമ്മളെ ആവശ്യങ്ങൾ തീർന്നിട്ട് നമുക്ക് മറ്റുള്ളവർക്കൊന്നും കൊടുക്കാൻ കഴിയൂല. അപ്പം ഞാൻ ചിന്തിച്ചു, ഈ സഹായം കൊടുക്കണ രണ്ടാളും എനിക്ക് പ്രിയപ്പെട്ടവരെ. ഒന്ന് എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തൊരു സുഹൃത്തിൻ്റെ വൈഫാണ്, അത് 2 കുട്ടികളാണ്. അപ്പം ഞാൻ അവരെ ചെറിയ കുട്ടീനെ കാണാൻ പോയപ്പോൾ മൂപ്പര് മരിക്കണ സമയത്ത് ഗർഭിണിയാണ്. അപ്പം ഞാൻ ശരിക്കും പോയിട്ട് ആ കുട്ടീനെ കണ്ടപ്പോൾ സെയിം അവരെ പോലെ തന്നെ എനിക്ക് നെഞ്ചിലൊരു പിടച്ചിൽ വന്നു. ഇവർ വാടക വീട്ടിലാണ്. പിന്നെ ഞാൻ പലരോടും പറഞ്ഞു നോക്കി, ഇവർക്കൊരു വീടുണ്ടാക്കുക, അവരെ സുഹൃത്തുക്കളോടൊക്കെ ആരും മുന്നിട്ട് വന്നില്ല. അപ്പം എനിക്ക് തോന്നി, ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മളെ ഭാഷ മനസ്സിലാവുന്നവർക്ക് നമ്മളെ മനസ്സിലാവുമല്ലോ. നമ്മൾ ജഡ്ജ് ചെയ്യാത്ത മനസ്സിലാവുന്ന എത്രയോ ആളുകളുണ്ട് എന്നിലേക്ക് എത്തി. ഇപ്പം ഹഫ്സൽ പറഞ്ഞില്ലേ, അവരൊക്കെ അങ്ങനെ വന്നതാണ് എൻ്റെ കഴിഞ്ഞ പുസ്തകത്തിൽ. എത്ര നല്ല മനുഷ്യരുണ്ട് ലോകത്ത്. അപ്പം അങ്ങനത്തെ ഒരു പുസ്തകം വാങ്ങിച്ചാൽ മതിയല്ലോ അവരെ ആഗ്രഹം നിറവേറ്റാൻ. അപ്പം എൻ്റെ അനുഭവങ്ങളും ഓർമ്മകളും ഒക്കെ കോർത്തിണക്കി അതിലൂടെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഞാൻ അതിലേക്ക് മുന്നിട്ടിറങ്ങിയത്. അങ്ങനെയാണോ നിങ്ങളുടെ ഈ ഒരു കൂട്ടായ്മ ഉണ്ടായത്? അല്ല, കൂട്ടായ്മ ഞങ്ങൾ കുറേ, എത്ര വർഷമായി ഞങ്ങൾ കൂട്ടായ്മ തുടങ്ങിയിട്ട് ഏകദേശം 2012 തുടക്കത്തിൽ തുടങ്ങിയതാണ്. അത് ആദ്യം വേറെ പേരിലായിരുന്നു, കുഞ്ഞാത്തയുടെ കൂട്ടുകാർ എന്നുള്ളൊരു ഇതായിരുന്നു. അത് പിന്നെ മാറി മാറി വന്ന് ബി വേൾഡ് എന്നായി, BVയുടെ ലോകം എന്നുള്ള രീതിയിലേക്ക് എത്തിപ്പെട്ടു. അപ്പോൾ അതിലിപ്പോൾ 1000-ഓളം മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പല സഹായങ്ങളും മാസം മാസം വേറെ ചെയ്യാറുണ്ട്. അത് ഇന്ന ആളുകളെ പ്രദർശിപ്പിക്കുവോ അല്ലെങ്കിൽ അവരെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഞങ്ങൾ മെമ്പർമാർക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ ആർക്ക് എന്ത് ചെയ്യണം എന്നുള്ള. അവരെ അക്കൗണ്ട് നമ്പറും അവരെ ഗൂഗിൾ പേ എല്ലാം ഇടും, ഫോൺ നമ്പറും കൊടുക്കും. ആർക്കെങ്കിലും വിളിക്കണമെങ്കിൽ വിളിക്കുക, സംസാരിക്കുക. നമുക്കതിലൊന്നും ഒരു റോളും ഇല്ല. നമ്മൾ അർഹരായവരെ കണ്ടെത്തിയിട്ട് ഈ ഗ്രൂപ്പിലേക്ക് കൊടുന്നിടും. അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരുമിച്ച് കൂടും. ഞങ്ങളെ ഈ ഒരു സർക്കിളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊക്കെ പങ്കെടുക്കും. അങ്ങനെ നല്ലൊരു സന്തോഷമുള്ളൊരു കൂട്ടായ്മയാണ്. വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്ന ഞങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഇതിന്റെ കുറെ ആളുകൾക്ക് ഇതിന്റെ സഹായം എത്തിച്ചു കഴിഞ്ഞു. ഇനി ഒരുപാട് ആളുകളിലേക്ക് എത്ര മെമ്പേഴ്സ് ഒക്കെ ഉണ്ട് ഇപ്പൊ നിങ്ങൾ? അത് 1000-ഓളം ഉണ്ട്, സ്ത്രീയും പുരുഷനൊക്കെ ആയിട്ട്. ഒരു 4-5 ഗ്രൂപ്പാണ്. അത് ഈ സലാത്ത് ഗ്രൂപ്പ് അല്ല കേട്ടോ. ഇവിടെ ഇപ്പത്തെ ഒരു ട്രെൻഡ് ഉണ്ട്, സലാത്തിന് ആളെ ചേർക്കണ ഗ്രൂപ്പ്. അങ്ങനത്തെ അല്ല. നിങ്ങളിപ്പോ ഞങ്ങളെ സ്റ്റേജ് കണ്ടില്ലേ, എല്ലാ ജാതി മതത്തിലും അവിടെ ഞങ്ങൾ ദിക്റും സലാത്തൊന്നും അല്ല ചെല്ലല്. ദിക്റും സലാത്തൊക്കെ വേണം ഞങ്ങൾ മതപരമായിട്ട്. ഞാനൊരു വിശ്വാസിയാണ്. അതിനൊക്കെ ഞങ്ങൾക്ക് വേറെ വേറെ പേജുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ സഹായം കാര്യങ്ങൾ അത് മാത്രമേ ഉള്ളൂ. ഈ പുസ്തകത്തിൽ തന്നെ എഴുതിയിട്ടുള്ള ഒരു കാര്യമാണ്, ചെറിയ ചെറിയ സഹായങ്ങൾ മനുഷ്യർക്ക് നൽകിയാൽ മതി സ്വർഗം കിട്ടാൻ എന്ന് പറയുന്നത്. എന്താണ് ഒരു അത് ഒരു പൊതുബോധമുണ്ട്. അതായത് കുറെ നിസ്കരിക്കണം, ഓതണം, അല്ലെങ്കിൽ പിന്നെ കുറെ കാര്യങ്ങൾ ചെയ്താലുള്ള നമുക്ക് സ്വർഗം കിട്ടുക എന്നുള്ള. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോൾ പോലും സമൂഹത്തോടൊരു പ്രതിബദ്ധത ഇല്ലാതെ അല്ലെങ്കിൽ സ്വന്തത്തിനോടൊരു പ്രതിബദ്ധത ഇല്ലാതെ രാവിലെയൊക്കെ സുബൈക്ക് 5 മണിക്കൊക്കെ കണ്ണും തിരുമ്പി ശരിക്കും ഉറക്കം പോലെ ശരിയായിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു ദൈനംദിന കർമ്മം പോലെ ചെയ്യുന്ന ചില കർമ്മങ്ങളുണ്ട്. അതിലവരെ നിയത്ത് പോലും ശരിയാവുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അപ്പോൾ അവർ ചെയ്യേണ്ട പല കാര്യങ്ങളും അവർ ചെയ്യണില്ല. അവരെ കൂടപ്പുറപ്പുകളോടും മിണ്ടണില്ല. മറ്റുള്ളവർക്കൊരു മനസ്സറിഞ്ഞൊരു പുഞ്ചിരി പോലും സമ്മാനിക്കാത്ത ആളുകൾക്ക് സ്വർഗം കിട്ടും. സ്വർഗം നരകമൊക്കെ നമ്മളല്ല തീരുമാനിക്കണത്. പക്ഷെ നമ്മളെ ഒരു കാഴ്ചയിൽ ഒരു മനുഷ്യനൊരു ഉപകാരം ഇല്ലാത്തൊരു മനുഷ്യർ എന്തിനു കൊള്ളാന്നുള്ള ഒരു ചിന്താഗതിയിൽ നിന്നാണ് ഞാൻ സ്വർഗത്തിലേക്ക് എത്താൻ ചെറിയ അതായത് മറ്റുള്ളവരെ നന്മ ആഗ്രഹിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ നിൽക്കുക, സാരമില്ല എന്നൊന്ന് പറയുക, അവരൊന്ന് ചേർത്ത് പിടിക്കുക, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഇനിയും കഴിയും, നീ തളർന്നിട്ടില്ല എന്ന് പറയാന്നുള്ളത് വലിയ കാര്യമില്ലേ? എനിക്ക് തോന്നുന്നു കുറേ കാലമായിട്ട് എഴുതുന്നുണ്ട്. എഴുതിയതൊന്നും ചിലപ്പം പൂർണ്ണമായിട്ട് പുസ്തകങ്ങളായിട്ടുണ്ടാവില്ല. ഇപ്പൊ ഇറക്കിയത് 3 പുസ്തകങ്ങളല്ലേ? 4-മത്തെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ മുൻപ് എഴുതിയതൊക്കെ പ്രസിദ്ധീകരിച്ചോ? അല്ല, ഇനി ബാക്കിയുള്ള 7-8 അങ്ങനെ തുടങ്ങി വെച്ചിട്ടുണ്ട് കണ്ടന്റുകൾ. സ്വന്തം അനുഭവങ്ങളും ബാക്കിയുള്ളവരുടെ അനുഭവങ്ങളാണോ പ്രചോദനം എഴുതാൻ? സ്വന്തം അനുഭവത്തിൽ നിന്ന് തന്നെ നമ്മൾ കണ്ടതും നമ്മളിലേക്ക് എത്തിയ കാഴ്ചകൾ, നമ്മൾ കണ്ടത് അറിഞ്ഞത്. പിന്നെ വേറൊരു ആത്മീയത മതത്തിന്റെ ഉള്ളിൽ ഒതുങ്ങണ ഒരു രീതിയല്ലല്ലോ. എല്ലാ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളും എല്ലാ വിഷയങ്ങളും ആസ്പദമാക്കിയിട്ടുള്ള എഴുത്തുകളുണ്ട്. പ്രണയമാണെങ്കിൽ പ്രണയം, അല്ലെങ്കിൽ പിന്നെ ആത്മീയതയാണെങ്കിൽ ആത്മീയത, എല്ലാ വിഷയത്തെക്കുറിച്ചും. ഒരു മതത്തിനുള്ളിൽ ഒതുങ്ങി നിൽക്കാതെ മതത്തിൽ നിന്നിട്ട് തന്നെ എങ്ങനെയാണ് ഇത്രയൊക്കെ നിങ്ങൾക്ക് സാധിച്ചത്? സാധിക്കാത്ത ഒരുപാട് സ്ത്രീകൾക്ക് കൂടി ഒരു മെസ്സേജ് ആവട്ടെ. മതത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ശരാശരി ദീനിയായ സ്ത്രീ എന്ന് പറഞ്ഞാൽ മുഖം മറച്ച് കുടുങ്ങി നടന്ന് ഒരു പർദ്ദക്കെട്ട് അങ്ങനെയാണ്. പക്ഷെ നമുക്ക് മനസ്സിലൊരു തെക്കുവുണ്ട്, ദൈവത്തോടുള്ളൊരു എന്താ പറയുക, ആ ഒരു പ്രണയം, അതും ഒരു പ്രണയം തന്നെയാണ്.
അപ്പോൾ അത് നമ്മളെ മനസ്സിലാണ്. അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം നമുക്കില്ല. പഠിച്ചവനെ നമ്മളറിയാലോ, നമ്മൾ തമ്മിലുള്ളൊരു സന്ധി ഉണ്ടല്ലോ. അപ്പം അത്രേ ഉള്ളൂ. ഞാനതിനൊന്നും പോവാറില്ല. സത്യം പറഞ്ഞാൽ മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്നത് സങ്കീർണതയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴും എല്ലാവരും ഡിപ്രഷനും പല പ്രശ്നങ്ങളും ഉള്ള ആളുകളാണ്. അപ്പം അവരെ കേൾക്കുന്ന ഒരാളാണ് നിങ്ങൾ. അപ്പോൾ ഈ ആത്മീയത, ഒരു ആത്മീയ ചികിത്സ എന്ന രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ നിങ്ങളുടെ പഠനത്തിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടത്തുന്നുണ്ടോ? ഇപ്പൊക്കെ അക്കാഡമിക്കൽ സർട്ടിഫിക്കറ്റുകളെ കാലഘട്ടമാണല്ലോ. അപ്പോൾ നമ്മൾക്ക് എത്ര കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഓരോ ആവശ്യകത വന്നിട്ടുള്ള കാലഘട്ടത്തിൽ നമ്മൾ സയൻറ്റിഫിക്കലി അതൊക്കെ പ്രൂവ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ BAMS എടുക്കാൻ വേണ്ടിയിട്ട് 4 വർഷം മുന്നേ ഒരു യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് ആ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഫൈനൽ ഇയർ ആണ്. അപ്പം ഞാൻ ഈ പഠനമൊക്കെ ചെറുപ്പത്തിലെ കല്യാണം കഴിഞ്ഞതുകൊണ്ട് കല്യാണം കഴിഞ്ഞു 13-14 വയസ്സിൻ്റെ ഉള്ളിൽ കഴിഞ്ഞത്. അപ്പം എനിക്ക് തുടർന്ന് പഠിക്കാനൊന്നും പറ്റിയിരുന്നില്ല. പക്ഷെ എൻ്റെ പഠനം എന്ന് പറഞ്ഞാൽ പല പല സ്ഥലങ്ങളിലായിരുന്നു. അന്തമാൻ നിക്കോബാർ, പിന്നെ JDT ഇസ്ലാമിലൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. കോഴിക്കോട് വള്ളിമാടുകുന്ന്, അങ്ങനെ പല പല സ്ഥലങ്ങളിൽ വാപ്പ ചികിത്സക്ക് പോകുന്നിടത്തൊക്കെ അങ്ങനെ നിന്നിട്ട് ശീലമായതുകൊണ്ട് എനിക്ക് ഇപ്പോൾ പെട്ടെന്ന് കല്യാണം വന്നു, ചെയ്യാൻ പറ്റില്ല. അപ്പോഴും ഈ ഒരുപാട് ബാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴും ഇതൊക്കെ എങ്ങനെയെങ്കിലും ഞാൻ അതിൽ വിജയിക്കും വേണം. നമ്മളെ ക്രൈസിസ് ഒക്കെ എല്ലാം തീർക്കണം. എപ്പോഴും ലൈഫിൽ ഇങ്ങനെ ട്രാജഡികൾ വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ അത് ഒക്കെ ഒരു പരിധി വരെ തീർന്നു എന്ന് കണ്ടപ്പോൾ കൊറോണയ്ക്ക് ശേഷം ഞാൻ BAMS ചേർന്നു. അതിൻ്റെ മുമ്പ് ഞാൻ എല്ലാം എഴുതിയെടുത്തു, പഠിക്കേണ്ടത് SLC എല്ലാം. അപ്പോൾ ഒരാൾ ചോദിച്ചു, ഇല്ല ഒരാൾ ഒരു ചെയ്തികൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതിനെക്കുറിച്ച് ഞാൻ പോസ്റ്റൊക്കെ ഇട്ടപ്പോൾ അയാൾ പറഞ്ഞു SLC പാസ്സാവാതെ എങ്ങനെ BAMS പോവുക, സയൻസ് പാസ്സാവേണ്ട ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇയാൾക്ക് തീരെ ബോധമല്ലേ, നമുക്ക് പഠിക്കാനുള്ള മനസ്സും ആത്മവിശ്വാസം അതുപോലെ തന്നെ സാമ്പത്തികം എല്ലാം ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കാത്ത എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ എന്തായാലും ഇപ്പം 4 വർഷം കഴിഞ്ഞു. ഇപ്പോൾ ഫൈനൽ ഇയർ നെക്സ്റ്റ് ഇയർ ആണ്. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഡോക്ടറും കൂടി ആവും. അപ്പോൾ പിന്നെ അതുമായി പിന്നെ സൈക്കോളജി ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം എല്ലാ 1 മാസം കോഴ്സ് ഉണ്ട്, 1 വർഷത്തേക്ക് ഉണ്ടല്ലോ. അപ്പോൾ ആവശ്യത്തിനുള്ളതൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ ട്രഡീഷണൽ സർട്ടിഫിക്കറ്റുകളാണെങ്കിൽ അതൊക്കെ ഉണ്ട്. പക്ഷെ ഇത് ഈ ആത്മീയത എന്ന് പറയുമ്പോൾ സർട്ടിഫിക്കറ്റുകളുടെ പിൻബലത്തിലൊന്നും ഉള്ളതല്ല. ഇത് നമുക്കൊരു മനുഷ്യനെ കേൾക്കുക, അത് നമ്മൾ എഴുത്ത് പോലെ തന്നെ ആസ്വദിക്കാൻ കഴിയണം. അപ്പോഴും നമുക്ക് അതിനുള്ളൊരു മനസ്സുണ്ടാവുക. അപ്പോൾ നമ്മൾ മനസ്സിൽ എന്തൊക്കെ സങ്കീർണമായ കാര്യങ്ങൾ വെച്ചിട്ട് ഇതൊരു താല്പര്യമില്ലാതെ കേൾക്കുമ്പോൾ അവർക്കൊരു പരിപൂർണത വരില്ല, നമുക്കും ഒരു സന്തോഷത്തോടു കൂടി ആസ്വദിച്ചതൊന്നും കേൾക്കാൻ കഴിയില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട് തുടങ്ങി, അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും പ്രതിസന്ധികളും. അപ്പോൾ അതിലൂടെ നമ്മളും ഇത്രയും പ്രശ്നങ്ങളൊക്കെ ലോകത്തുണ്ട്, അപ്പോൾ നമ്മളിതൊന്നുമല്ല, ആ ഒരു രീതിയിൽ പാകപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ വന്നാലും നമുക്ക് മുന്നിൽ ഒന്നുമല്ല, അതിനൊക്കെ മറികടക്കാന്നുള്ള ഒരു ആർജവമുള്ളതുകൊണ്ട് അങ്ങനെ ശരിയായി പോവുകയും ചെയ്യും. ഉപ്പയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഉപ്പ ഒരുപാട് പ്രിയപ്പെട്ട ആളുകളുടെ തങ്ങളായിരുന്നു. കേരളത്തിൽ മാത്രമല്ല ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞപ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയുള്ള ആളുകളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രാർത്ഥനയും പള്ളിയും ഒക്കെ ഉണ്ടാവുന്നത് കാണാറുണ്ട്. അപ്പോൾ ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്, ഉപ്പയുടെ കബറിടത്തിൽ ഒരു ചന്ദനത്തിരി പോലും കത്തിച്ചു വെച്ചിട്ടില്ല, പച്ചത്തുണി ഇട്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയാണ് അങ്ങനെ? ചന്ദനത്തിരി കത്തിച്ചു വെക്കണ നല്ല നല്ല സ്ഥലങ്ങളുണ്ട്, നല്ല നല്ല മഹാന്മാരെ മക്ബറകളുണ്ട്. ഞാൻ പോവാറുണ്ട്. കുന്തിരിക്കം പുകയ്ക്കണത് തെറ്റല്ല, നല്ല സ്മെല്ലിന് വേണ്ടിയിട്ട് വെള്ളിയാഴ്ച വീടുകളിലും മക്ബറകളിലും ഒക്കെ പുകയ്ക്കാറുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് എൻ്റെ കാര്യമാണ്, ഞങ്ങളവിടെ ചെയ്യാറില്ല. അത് പറയാൻ കാരണം ഇത്രയും ആത്മീയ ചൂഷണങ്ങൾ നടക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ വാപ്പാൻ്റെ കബർ വെച്ചിട്ട്, പലരും എന്നോട് പറഞ്ഞു വാപ്പാൻ്റെ ഇത്രയും പഴക്കമുള്ള കബറല്ല, വാപ്പാക്ക് ഇത്രയും കോൺടാക്റ്റ് ഉണ്ട് പല സ്ഥലങ്ങളിലും, ഉസ്താദ് പറഞ്ഞിട്ട്, അപ്പോൾ നമുക്കിത് നേർച്ചയൊക്കെ നടത്തി വലുതാക്കി കൂടെ എന്ന് പറഞ്ഞപ്പോൾ പോലും എൻ്റെ വാപ്പാനെ ഞാൻ മാർക്കറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഒരു ക്യാഷ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. അവിടെ ഒരു പച്ചത്തുണി ഇപ്പോൾ ഈ കൊടിമരൊക്കെ ഉണ്ടാക്കി പൈസ ഒക്കെ ഉണ്ടാക്കണ ആ ഒരു ട്രെൻഡും പല കാര്യങ്ങളൊക്കെ ഉണ്ടായ അതിനെക്കുറിച്ചാണ് ഞാനത് പറഞ്ഞത്. അത് വേറെ പലർക്കുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടാണ് പറഞ്ഞതാണ് ഞാൻ പിന്നീട് അതിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ കൊടിമരം വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറഞ്ഞിട്ട് ആ കബറിൻ്റെ മുന്നിൽ വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നേർച്ചപ്പെട്ട്, ഇതൊന്നും തെറ്റല്ല, ചെയ്യണവർക്ക് ഇതൊക്കെ ചെയ്യാം. പക്ഷേ ഇതിനെ വ്യാപാരവൽക്കരിക്കുന്നതിനാണ് ഞാൻ എതിർക്കണത്. പക്ഷെ നമ്മൾ ചെയ്തിട്ടില്ല എന്നുകൊണ്ട് എല്ലാവരും ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല, നമ്മളെ കാര്യങ്ങളാണ് പറഞ്ഞത്. പ്രതികരിക്കുന്ന സ്ത്രീ ആയതുകൊണ്ട് എനിക്കറിയാം ഒരുപാട് പ്രശ്നങ്ങളെ നേരിട്ടിട്ടായിരിക്കും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതെന്ന് അറിയാം. പക്ഷെ എന്തോ ഞങ്ങളൊക്കെ പറയുമ്പോൾ പറയും എൻ്റെ വാപ്പാരെ കുരുത്തം എന്നൊക്കെ പറയും നമ്മളെ പിൻഗാമികൾ. പക്ഷെ ഞാൻ പറയട്ടെ, ഈ പുസ്തകം ഇറങ്ങിയതും ആത്മീയതയുടെ കള്ളങ്ങളെ എത്തിയത് കൊണ്ടും ഇനിയും ഒരുപാട് ഭീഷണികൾ വരാനുള്ള സാധ്യതയൊക്കെ ഞാൻ കാണുന്നുണ്ട്. എന്താണ്? അല്ല, ഭീഷണികൾക്കൊന്നും ഞാൻ വഴിപ്പെട്ട് കൊടുക്കില്ല, എനിക്കതൊന്നും പ്രശ്നമല്ല. നമ്മളോട് ഏത് രീതിയിൽ ഇപ്പോൾ സ്നേഹത്തോടെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്നേഹത്തോടെ നിൽക്കും, അല്ലാന്നുണ്ടെങ്കിൽ വേറെ വീട്ടിൽ കയറി ചെന്ന് പറയേണ്ടതിന് വീട്ടിൽ കയറി ചെന്ന് പറയും, പിന്നെ എടുത്ത് വെക്കൂല. അത് എന്ത് വേണമെങ്കിലും, കാരണം നമ്മൾ ജീവിതത്തിൽ ഒരു 21 വർഷത്തിൻ്റെ ഒരു ജേണി എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു ഇതല്ലല്ലോ. അതിൽ നമ്മൾ എന്തൊക്കെ പ്രയാസങ്ങൾ, നമുക്കൊരു എന്തൊക്കെ ക്രൈസിസ് ഉണ്ടായിട്ടുണ്ടാവും.
ഇപ്പം ഈ സമയങ്ങളിലൊന്നും ഞാൻ കൂടെ ഉണ്ട് എന്ന് പറയാനില്ലാത്തവര് നമ്മളെ സംരക്ഷിച്ചോൽക്കോളും നമ്മളെ ശിക്ഷിക്കാനുള്ള അധികാരം. അല്ലാത്ത ഏതെങ്കിലും വഴിപോക്കും വന്നിട്ട് നമ്മൾ എന്തെങ്കിലും പറയണമെങ്കിൽ നമ്മളതിന് ചെവി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പം പരിധി വിട്ട് പറയണമെങ്കിൽ അവൻ്റെ വീട്ടിൽ കയറി ചെല്ലും. അല്ലാതെ നമുക്ക് നമ്മളെ പറയാൻ അർഹതപ്പെട്ടവർ പറയട്ടെ, നമ്മൾ അറിഞ്ഞ് പറയട്ടെ. അറിയാത്തവർക്ക് എന്തും പറയാനുള്ള ലൈസൻസ് ഒന്നും ഇല്ലല്ലോ. പക്ഷേ ഇതുവരെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട്, പടച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനത്തെ ഇതൊന്നും ഉണ്ടായിട്ടില്ല. നെഗറ്റീവ് കമൻറ്റുകളൊന്നും വന്നിട്ടില്ല. വന്നാലും വരാണ്ടാവുക ഈ മുഖം മൂടിയിട്ടില്ല ബീവിമാരും കല്യാണോ. ബീവിമാർ നല്ല മോഡേണായിട്ട് നടക്കുന്ന ബീവിമാരുണ്ട്. ഇവർ കാണാത്തിന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നമ്മളെ സമൂഹത്തിലേക്ക് വരുന്നത് നമ്മളെ സാഹചര്യമാണ്. എന്നപ്പോൾ നിൻ്റെ ഉമ്മാനി എല്ലാവരും നിങ്ങൾ കണ്ടില്ലേ, അവരൊക്കെ ഞാൻ മുഖം മൂടി ഇട്ടിട്ടാണ് ഞാൻ അവിടെ 24 ഹവറും മുഖമൊക്കെ മറച്ചിട്ട്. എനിക്ക് ഭയങ്കര കംഫർട്ടാണത്. നമ്മളെ യാത്രകളിൽ ചിലപ്പോൾ എന്തായാലും വേണ്ടില്ല ഒരു ദണ്ടെടുത്തിട്ടാൽ മതി, ആരും കാണാൻ. പക്ഷെ ഐഡന്റിറ്റി ആണെങ്കിലും യാത്രകളിലൊന്നും ഇപ്പം നമുക്ക് ഒരു ഇതാണല്ലോ പെട്ടെന്ന്. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ അങ്ങനെ വന്നിരിക്കുന്നത്. മറ്റേ ഇതിൻ്റെ ഒരു ശബ്ദത്തിന് അത്രത്തോളം സ്വീകാര്യത ഉണ്ടാവണം എന്നില്ലല്ലോ. ഉപ്പ മരിച്ചതിന് ശേഷം ആത്മീയതയിലേക്ക് സ്വയം വന്നതാണോ, അതല്ലെങ്കിൽ കുടുംബത്തെ രക്ഷിക്കാൻ ഒരുപാട് അനിയത്തിമാരുണ്ട്, കുടുംബം രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു തയ്യാറെടുത്താണോ? മാനസികമായിട്ട് ഒക്കെ ആയിട്ട് തന്നെയാണോ വന്നത്? ഈ പിന്നെ യുക്തി കൊണ്ട് ഇത്തരം കാര്യങ്ങൾ സമീപിക്കുന്നവർക്ക് ഇത് ചിലപ്പോൾ ഒരു പരിഹാസമാവും. പക്ഷെ നമ്മളെ ഈ ഒരു വിശ്വാസികൾ പറയുന്നത് ഇങ്ങനെ ഒരു കൊടുക്കും പാരമ്പര്യമായിട്ട്. ഈ അസ്ട്രോളജി ആണെങ്കിലും ജ്യോതിഷന്മാർ അതുപോലെ തന്നെ തങ്ങന്മാരൊക്കെ ഇജാസത്ത് എന്ന് പറയും. അപ്പം അങ്ങനെ കൊടുക്കണം. വാപ്പ അങ്ങനെ ചെയ്യണമെന്ന് മരിക്കണതിൻ്റെ 3 ദിവസം മുന്നേ പറഞ്ഞു. പക്ഷെ പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ ആ വഴിയിലേക്ക് എത്തിപ്പെട്ടു. പിന്നെ അതിൽ നിന്ന് മാറാൻ ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചു. പിന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ ജന്മനിയോഗം ഇതാണെന്നുള്ളത്. നമ്മളെ ചിന്തകൾക്കപ്പുറം അല്ലെങ്കിൽ തോന്നലുകൾക്കും തീരുമാനങ്ങൾക്കും അപ്പുറം നമുക്ക് മനസ്സിലാവാത്ത എന്തൊക്കെയോ വഴിയിലൂടെ നമ്മൾ നടക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത്തരം ഒരു യാത്രയിലാണ് ഞാനിപ്പോൾ. ഇന്നിപ്പോൾ ഇവിടെ സംസാരിച്ച ഒരുപാട് ആളുകൾ പറഞ്ഞു, അതായത് ഷെരീഫ തങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയോട് സംസാരിച്ചതിൻ്റെ അല്ലെങ്കിൽ ഇടപെട്ടതിൻ്റെ ചേർത്ത് പിടിക്കലിൻ്റെ അല്ലെങ്കിൽ പറഞ്ഞത് ജീവിതത്തിൽ അത് നല്ലപോലെ വന്നു എന്നുള്ളതിൻ്റെ ഒക്കെ ഒരുപാട് ആളുകൾ അനുഭവങ്ങൾ പറഞ്ഞു. ഇങ്ങനെയുള്ള സമയങ്ങളിൽ എന്താണ് തോന്നാറുള്ളത്? ഇങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞു വരുന്നു, നിങ്ങൾ അവരോട് ഇന്ന് ഇത് മാറും എന്ന് പറയുന്നു, അത് മാറിയിട്ട് അവർ വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ എന്താണ്? അല്ല, മാറി എന്ന് പറയുമ്പോൾ സന്തോഷത്തെക്കാൾ കൂടുതൽ സമാധാനമാണ് തോന്നുന്നത്. അതൊരു മനുഷ്യൻ പ്രതിസന്ധിയിൽ, അത് ഏത് തരത്തിലുള്ള പ്രതിസന്ധിയാണെങ്കിലും പ്രയാസപ്പെടുക എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ അതൊരു പ്രയാസമാണല്ലോ. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടായി എന്ന് പറയുമ്പോൾ സന്തോഷമാണ്, സമാധാനമാണ്. അവർക്ക് വേണ്ടി എന്താ ചെയ്യുക? അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാന്ന് പറയുന്നതും ഒരു പ്രാർത്ഥനയാണ്. അതായത് ഞാൻ നിങ്ങളെ ഓർക്കണോ, നമ്മൾ തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവും. അപ്പോൾ അതാണ് ഈ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാന്ന് പറയുമ്പോൾ. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്, ഞാനത് പ്രാർത്ഥിക്കാന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ തമ്മിലുള്ള ആ ഒരു കണക്ഷനാണ് അവിടെ വർക്കൗട്ട് ആവുന്നത്. മറ്റൊന്ന് നമ്മൾ ഇപ്പം പറയാറുണ്ട്, കൂടോത്രം ശിഖർ ചെയ്തു, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. എന്താണ് അതിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം? തോന്നലാണോ അത്? അല്ല, സിഹിർ ഒക്കെ ഉണ്ട് ഇസ്ലാമികമായിട്ട് ഉണ്ട്, ചെയ്യാറുണ്ട്. ഇതൊക്കെ നിയ്യത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മളൊരു മനുഷ്യൻ നശിക്കണം എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ അപ്പോൾ ചിലർ പറയും എന്നാൽ ട്രംപിനെ ചെയ്തുകൂടെ, മറ്റേ മോദിനെ ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ. അപ്പോൾ അവർക്കൊക്കെ ഇതൊക്കെ അനുഭവം ഇല്ലാത്തവർക്ക് പറയാൻ വേഗമാണ്. പക്ഷെ ഇത് അനുഭവിച്ചവർക്ക് ആ പ്രയാസത്തിലൂടെ നടക്കുമ്പോൾ ഒരു രോഗിക്കും ആ രോഗിക്ക് പ്രിയപ്പെട്ടവർക്കും ആ രോഗിൻ്റെ അവസ്ഥ അത് മാനസികമായിട്ട് ഫിസിക്കലി മെൻ്റലി എന്താണെങ്കിലും അത് സുഖപ്പെടുക എന്നുള്ള വലിയ കാര്യം. അപ്പോൾ അവർ ആര് പറയുന്ന അവിടെയൊക്കെ പോകും, എന്തൊക്കെ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യും. അതവരെ തെറ്റല്ല, നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അവർക്ക് അവരെ പ്രിയപ്പെട്ടവർ സുഖപ്പെടുക എന്നുള്ളതാണ് ലക്ഷ്യം. 2 കാര്യങ്ങളും കൂടി ചോദിക്കാനുണ്ട്. ഒന്ന്, അവിഹിത ബന്ധങ്ങളെ കുറിച്ച് ആ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഒരു സ്ത്രീ എന്ന രീതിയിൽ ഒരുപാട് സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന രീതിയിലൊക്കെ എനിക്ക് അതിനെക്കുറിച്ച് ഒന്ന് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ പലപ്പോഴും ഇങ്ങനെ എഴുതും, മനോഹരമായ അവിഹിതങ്ങൾ അല്ലെങ്കിൽ മനോഹരമായ പ്രണയങ്ങൾ എന്ന് എഴുതും. ഇതിനോട് ചിലപ്പോൾ ഈ പക്ക ഇസ്ലാമിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ചിലപ്പോൾ പുറത്തങ്ങനെ ആവും, ഉള്ളിൽ അവർ എല്ലാം ആസ്വദിക്കുന്നുണ്ടാവും. എന്നാൽ പോലും അവർ കമൻ്റ് ഇടും, നിങ്ങളൊരു അഹ്ലു ബൈത്തായിട്ട് അല്ലെങ്കിൽ തങ്ങൾ ഫാമിലി എന്നൊക്കെ പറഞ്ഞിങ്ങനെ തങ്ങൾ നിന്നിട്ട് നിങ്ങൾ ഈ മനോഹരമായ അവിഹിതങ്ങൾ എന്ന് പറയാൻ പാടുണ്ടോ? അപ്പോൾ ഈ ബന്ധങ്ങൾ ഇപ്പോൾ നമുക്ക് ഭാര്യയും ഭർത്താവാണെങ്കിലും 20 വർഷം കൂടെ ജീവിച്ചാലും 10 വർഷം ജീവിച്ചാലും പരസ്പരം ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത എത്രയോ കുടുംബങ്ങളെ ഞാൻ കാണുന്നതാണ്. ഭാര്യ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവർ തമ്മിൽ ഉള്ള സ്നേഹം മുരടിച്ച് പരസ്പരം പകയും വിദ്വേഷമായിട്ടുള്ള ദമ്പതിമാരെ പോലും ഞാൻ കാണാറുണ്ട്. പക്ഷെ അവരെ പ്രണയം ഭയങ്കര പരിശുദ്ധമാണ്, ഭയങ്കര കെയറിങ് ആണ്. അപ്പോൾ അത് ഞാനിങ്ങനെ ആസ്വദിക്കും കേട്ടിട്ട്. അപ്പോൾ ഈ എന്തൊരു ബന്ധമാണെങ്കിലും അതിൽ പരസ്പര ബഹുമാനം, വിശ്വാസമാണ് പ്രാധാന്യം. അതൊരു അവിഹിതമാണെങ്കിൽ പോലും. അപ്പോൾ ഇന്ന് നമ്മൾ പ്രണയിച്ച് അവരെ കൂടെ എല്ലാ പരസ്പര ബന്ധങ്ങളൊക്കെ ഉണ്ടായി, പിന്നെ നാളെ അവരെ കരിവാരി തെച്ച് കുറ്റം ചാർത്തണം, അതിനോടൊന്നും എനിക്ക് യോജിക്കാൻ പറ്റില്ല. ഇന്ന് നല്ലതെന്ന് പറഞ്ഞാൽ നാളെയും നല്ലത് പറയണം. ആ ഒരു
ഒരു തെറ്റ് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ രണ്ടാൾക്കും അതിൽ പങ്കാളിയാവുക എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ പോകാറുള്ളത്. അപ്പോൾ ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ കേട്ട് അതിനെക്കുറിച്ചാണ് ഞാൻ. അപ്പോൾ അവരെ കാമുകൻ്റെ സുരക്ഷിതത്വം അല്ലെങ്കിൽ അതിൻ്റെ മാന്യത കീപ്പ് ചെയ്യണ കുറേ കാമുകിമാരെ എനിക്കറിയാം. അവർ സമൂഹത്തിൽ ഉന്നതിയിലുള്ളവരാവും. അപ്പോൾ അവർക്കൊരു ഡാമേജ് സംഭവിക്കരുത് എന്ന് ചിന്തിച്ചിട്ട് അങ്ങനത്തെ കുറേ കാമുകിമാരെ കാണുമ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കും, അത് ഒരു മനോഹരമായ പ്രണയമാണ് എന്നുള്ളത്. അപ്പം അങ്ങനെയൊക്കെ പറയണതാ. ഭർത്തമാതാവിന്റെ പ്രശ്നം കൊണ്ട് ജിന്നു കൂടിയ പോലെ അഭിനയിക്കുന്ന സ്ത്രീകളെ പോലെ. അത് ബാംഗ്ലൂരിലൊക്കെ ചെറിയ വീടും പാവങ്ങളാവുമ്പോൾ ചെറിയ വീട് അല്ലെങ്കിൽ കട്ടിലൊക്കെ ഇഷ്ടിക വെച്ചിട്ട് ഒക്കെ അതിൻ്റെ ചുവട്ടിൽ അവരെ ബെഡ്റൂം ആവും. അങ്ങനെയൊക്കെയുള്ള കുറേ സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ ദിവസം കുളിക്കുമ്പോൾ അവരെ വിചാരം ദിവസം ഫിസിക്കൽ റിലേഷൻ ഉണ്ട്, അതുകൊണ്ടാണ് കുളിക്കുന്നത്. അവിടെ ഉള്ള ഒരു ദിവസം ഒന്നും കുളിക്കൂല. അപ്പോൾ ഇവിടെയും ട്രെൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഇതിനെ പറ്റിയിട്ട് അവർ ബുദ്ധിമുട്ടിക്കും, നീ ഇന്ന് കുളിച്ചല്ലോ. അപ്പം അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ക്രൂരതയാണ് അമ്മായിമ്മമാർ. അപ്പോൾ ഇവർക്കൊരു രക്ഷയില്ലാതെ ഇവർ അഭിനയിക്കുന്നതാണ്. ഈ ജിന്ന് കൂടി എന്ന് പറഞ്ഞാലുള്ള ഇവർക്കൊരു സംരക്ഷണമുള്ളൂ. അപ്പോൾ ജിന്ന് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഭയമാണ്. ഷെയ്ത്താന് ജിന്ന് എന്നൊക്കെ പറഞ്ഞാൽ അതിന് എത്ര പൈസ വേണമെങ്കിലും തരും. അപ്പം ഞാൻ എന്തൊക്കെ ഇവർ കുളിക്കാൻ ഓൾറെഡി മടിയാണല്ലോ. അപ്പോൾ ഈ പച്ചവെള്ളം എന്ന് പറഞ്ഞാൽ ഇവർക്ക് പേടിയാണ്. അപ്പോൾ ഞാൻ ബാത്റൂമിൽ കയറ്റിക്കണം, നല്ല പച്ചവെള്ളം ഉണ്ടോയിക്കോ. ഈ 101 കുടം വെള്ളം ഒഴിക്കുക ഭ്രാന്ത് മാറുന്ന പറയുന്ന പോലെ. അപ്പോൾ ഇവർ പറയും, ദീദി എനിക്കൊരു പ്രശ്നമല്ല, എൻ്റെ അമ്മായിമ്മ ക്രൂരമായിട്ട് പീഡിപ്പിക്കും. ഞാനും ഭർത്താവും കുറച്ച് സമയം മിണ്ടിയിട്ടുണ്ടെങ്കിൽ പോലും അപ്പോഴത്തേനും അങ്ങോട്ട് കടന്നു വരും. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഇതാണ്. അപ്പം ഞാൻ പറയും, എന്നൊരു കാര്യം ചെയ്യും, അവരോടൊക്കെ മാപ്പ് പറഞ്ഞ് നല്ല രീതിയിൽ കൊണ്ടുപോയാൽ മതി, സ്നേഹം കൊണ്ട് തോൽപ്പിക്കാൻ നോക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതിനെക്കുറിച്ച് എഴുതിയതാണ്. ഷെരീഫ തങ്ങൾ മലയാളികൾക്ക് ഷെരീഫ തങ്ങളാണെങ്കിൽ പുറമേ ഉള്ളവർക്ക് ദീദിയാണ്. എങ്ങനെയുണ്ട് ആ അനുഭവം? അല്ല, അത് ഭയങ്കര രസമാണ്. ഞാൻ ഒരു ഏകദേശം ഒരു 20 വയസ്സൊക്കെ ഉള്ള സമയത്താണ് കർണാടകത്തിൽ പോകണത്. അപ്പോൾ അവിടെ ഈ നല്ല സുന്ദരന്മാരായ ബായിമാരുണ്ടാവും, ഹൈറ്റും വെയിറ്റൊക്കെ ഉള്ള ഭയങ്കര. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തുടക്കത്തിൽ വരെ കാണുമ്പോൾ ഒരു ഭയമാണ്. അപ്പോൾ ഞാൻ ഒരു കർട്ടൻ്റെ മറവിലൊക്കെ നിന്ന് അങ്ങനെ ഇരിക്കും. പിന്നെ ഇതൊക്കെ ഇട്ടിട്ടുണ്ടാവും, മുഖംമൂടിയൊക്കെ ഇട്ടിട്ടുണ്ടാവും. എന്നാലും അവിടെ കുറച്ച് ഏജായിട്ടുള്ള ആളുകളെ ആപ്പാന്ന് വിളിക്കും, ദീദിന്ന് വിളിക്കും. അപ്പോൾ ഈ 60 വയസ്സാളും വന്നിട്ട് നമ്മളെ ദീദിന്നാണ് വിളിക്കണത്. അപ്പോൾ അതിൽ കിട്ടുന്നൊരു സംരക്ഷണമുണ്ട്. തീർച്ചയായിട്ടും. മനസ്സിലായോ? അപ്പോൾ അതങ്ങനെ അല്ല, ഇപ്പം നമുക്ക് അവരെ പേര് വിളിക്കാം. ഇപ്പോൾ അവിടുത്തെ ഒരു റിയാസ് ബൈ എന്ന് പറഞ്ഞ ആൾ വന്നിട്ട് എന്നോട് ദീദി എന്ന് പറയുമ്പോൾ അയാളെ ഏജ് 65 വയസ്സാണ്. പക്ഷെ അന്ന് എനിക്ക് 20 വയസ്സുള്ള പ്രായം. പക്ഷെ ഞാൻ അയാളെ റിയാസ് ബൈ എന്ന് വിളിക്കും, അയാൾ എന്നെ ദീദി എന്ന് വിളിക്കും. അപ്പോൾ ആ ഒരു പരസ്പര ബഹുമാനം ഉണ്ടല്ലോ, അതൊക്കെ ഒരു സംരക്ഷണം തന്നെയാണ്. ഈ ബഹുമാനം ഉണ്ടെങ്കിൽ അവിടെ വേറെ ഒന്നും സംഭവിക്കൂലല്ലോ. അപ്പം അങ്ങനെയൊക്കെ. പിന്നെ എന്താണെന്നറിയില്ല, ഒരു ഭാഗ്യമാണ്. ജീവിതം നന്നായി ആസ്വദിച്ചു. ചിലർ പറയും കുടുംബത്തിന് വേണ്ടി ഹോമിച്ചു, അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ചേർത്ത് പിടിച്ചിട്ടുള്ളൊരു യാത്ര ഏത് സമയത്തും. പിന്നെ ലൈഫിൽ ദാരിദ്ര്യം അങ്ങനെ ആഗ്രഹിച്ചൊന്നും നേടാതിരിക്കുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇഷ്ടപ്പെട്ട വസ്ത്രം, ഇഷ്ടപ്പെട്ട ഭക്ഷണം, ചെറുപ്പം മുതലേ അങ്ങനെ തന്നെ. യാത്രകൾ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുത്തിട്ടുണ്ട്. പിന്നെ കൂടുതൽ അങ്ങനെ കോടീശ്വരിയാകണം എന്നുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല. എൻ്റെ ആഗ്രഹങ്ങൾ, സന്തോഷങ്ങൾ. ഞാൻ ഈ പെരിന്തൽമണ്ണ പഴയ കാലത്ത് വാപ്പാൻ്റെ കൂടെയൊക്കെ വരുമ്പോൾ അവിടെ ഈ പഴയ ബസ് സ്റ്റാൻഡ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നും അവിടെയുള്ള എല്ലാം വാങ്ങണം. പക്ഷേ അന്ന് എനിക്കതിന് ചില സമയത്ത് വാപ്പാൻ്റെ അടുത്ത് പൈസ ഉണ്ടാവില്ല. അവിടെ ചെട്ടിച്ചയാൾ വളയൊക്കെ വെക്കുന്നുണ്ടാവും. അപ്പം നമുക്ക് അന്നൊക്കെ ഒരു കൗതുകം ഉണ്ടാവുമല്ലോ. പക്ഷെ ഇന്നിപ്പോൾ ഞാൻ ഒരു ടൗണിൽ ഇറങ്ങി എനിക്ക് ആഗ്രഹിച്ചൊക്കെ നേടിയെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ അന്ന് വാങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് എനിക്ക് വാങ്ങാൻ കഴിയും. അപ്പം നമുക്ക് കാലം എല്ലാം തന്നിട്ടുണ്ട്, എല്ലാ രീതിയിലും. കാലത്തിനോടും ജീവിതത്തിനോടും വേറെ മനോഹരമായിട്ട് നന്ദി തന്നെയാണല്ലേ. എല്ലാ മനുഷ്യരോടും സ്നേഹം. ഇനിയും ഒരുപാട് എഴുതാൻ സാധിക്കട്ടെ. ഇനിയും ഒരുപാട് എഴുത്തിലൂടെ സന്തോഷം. ഷെരീഫ തങ്ങൾ എന്ന് പറയുന്ന എഴുത്തുകാരി ശക്തമായി ഇവിടെ അടയാളപ്പെടുത്തും. ഒരുപാട് വൈകിയെന്ന് എനിക്ക് തോന്നുന്നു. ഇതിനു മുമ്പ് തന്നെ അത് എന്ന് പറഞ്ഞ സാഹചര്യങ്ങൾ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എൻ്റെ കുടുംബമാണ്. അതായത് എൻ്റെ ഉമ്മാന്റെ സന്തോഷം, അനിയത്തിമാര്. അല്ല, ഇനിയുണ്ട്. ഇപ്പൊ തന്നെ എഴുതി വെച്ചത് 6 എണ്ണം തുടങ്ങി വെച്ചത്. അപ്പൊ എല്ലാം കൂടി അക്ഷരങ്ങളായിട്ട് എത്താൻ സാധിക്കട്ടെ. സ്നേഹമാവട്ടെ. അതെ. താങ്ക് യു സോ മച്ച്. തിരിച്ചും സന്തോഷം.